കേന്ദ്ര സർക്കാർ കേരളത്തോട് ശത്രുത കാട്ടുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇടതുപക്ഷത്തോട് ഇഷ്ടക്കേടാവാം, എന്നാൽ ഒരു നാടിനോടും നാട്ടുകാരോടും അത് പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന് കേരളത്തോട് ശത്രുതയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM ജില്ലാ സമ്മേളനത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഇപ്പോ നമ്മുടെ നാടിനെ വലിയ തോതിൽ പ്രയാസപ്പെടുത്താൻ, ബുദ്ധിമുട്ടിക്കാൻ ഉള്ള നടപടികളാണല്ലോ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു പോകുന്നത്. ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായി വലിയ സാമ്പത്തിക ഞെരുക്കം നമുക്ക് വന്നു. എന്താണ് അതിന് യഥാർത്ഥത്തിൽ ഇടയാക്കിയത്? കേരളത്തോട് ഒരു പ്രത്യേക വിപ്രതിപത്തി കേന്ദ്ര ഭരണതലത്തിൽ ഉയർന്നു വരികയാണ്. ഇടതുപക്ഷത്തോട് വിപ്രതിയാകാം, ഇടതുപക്ഷത്തോട് ഇഷ്ടക്കേടാകാം, രാഷ്ട്രീയമായി എതിർപ്പാകാം. പക്ഷെ ഒരു നാടിനോടും നാട്ടുകാരോടും പാടുണ്ടോ? ഈ രാജ്യത്തിൻ്റെ ഭാഗമാണല്ലോ കേരളം. ഇപ്പൊ രാജ്യത്തിന്റെ ഭാഗമായി കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ അർഹതയുള്ളൊരു സംസ്ഥാനമല്ലേ കേരളം. നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാട് നമ്മോട് സ്വീകരിക്കുന്നുണ്ടോ? വളഞ്ഞിട്ട് ആക്രമിക്കുന്ന നില, സാമ്പത്തികമായി ഞെരുക്കുന്ന നില, ശ്വാസം മുട്ടിക്കുന്ന നില, ഒരു ഗവൺമെന്റ് എന്ന നിലക്ക് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സൃഷ്ടിക്കുക, വായ്പ എടുക്കാനുള്ള അനുമതി നിഷേധിക്കുക, തരേണ്ട കാര്യങ്ങൾ തരാതിരിക്കുക, ചെലവിട്ട കാര്യങ്ങൾ തന്നെ നൽകാതിരിക്കുക, അങ്ങനെയുള്ള വിവിധ നടപടികൾ. അവരുടെ ഉദ്ദേശം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തടയണം, ക്ഷേമപ്രവർത്തനങ്ങൾ തടയണം, നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്നതിലൂടെ വികസന പ്രവർത്തനങ്ങൾ തടയണം. നമ്മുടെ ഖജനാവിൻ്റെ ശേഷി ഉപയോഗിച്ച് മാത്രം നമുക്ക് കാര്യങ്ങൾ നിറവേറ്റാൻ പറ്റുമായിരുന്നില്ല. അതിനാണ് നമ്മൾ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. കിഫ്ബി ആ ഘട്ടത്തിൽ സർക്കാർ പറഞ്ഞു 2021 ആകുമ്പോഴേക്കും ഇവിടെ 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ നടപ്പാക്കുമെന്ന്. 21 ആയപ്പോ 50 അല്ല 62,000 കോടി. ഇപ്പോ 90,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ. സഹിക്കുന്നില്ല. ആർക്ക്? കേരളത്തിൽ വികസനം നടന്നുകൂടാ എന്ന് ചിന്തിക്കുന്നവർക്ക്. കിഫ്ബി എടുക്കുന്ന വായ്പ മുഴുവൻ സംസ്ഥാനത്തിന്റെ കടത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും എന്ന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. അപ്പൊ നാടിന്റെ വികസനത്തെ തടയാനുള്ള നീക്കങ്ങളാണ്. നാടിന്റെ വികസനം തടയുന്ന നടപടികൾ വന്നപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ UDF ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. BJP എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. ഒരു നാടിനോട് ഇങ്ങനെ ക്രൂരത കാണിക്കാൻ പാടുണ്ടോ? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും, നാട്ടിൽ ഏതു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ വന്നാലും അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ചില കൂട്ടർ ഇവിടെയുണ്ട്. അവര് നാടിന്റെ താല്പര്യത്തിനെതിരാണ്. അതേ നിലപാടാണ് UDFും BJPയും സ്വീകരിക്കുന്നത്. സാധാരണഗതിയിൽ
അകറ്റി നിർത്തേണ്ട വർഗീയ ശക്തികളെ അടക്കം സഹായത്തിന് ഒപ്പം കൂട്ടാമെന്ന നിലയിലേക്ക് UDF എത്തിക്കൊണ്ടിരിക്കുന്നു. ഇടതുപക്ഷത്തോട് ഇഷ്ടക്കേടാകാം, എന്നാൽ ഒരു നാടിനോടും നാട്ടുകാരോടും അങ്ങനെ ഒരു ഇഷ്ടക്കേട് പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി വികസനം തടയാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. നാടിന്റെ വികസനം തടയുന്ന നടപടികളെ ചോദ്യം ചെയ്യാൻ UDFും കേരളത്തിലെ BJPയും ഒരു കാലത്തും തയ്യാറായിട്ടില്ല. കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി UDF വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും SDPയും UDFുമായി അടുപ്പം പുലർത്തുന്നു. താൽക്കാലിക ലാഭത്തിനു വേണ്ടിയുള്ള ഒരു ബാന്ധവം മുസ്ലിം ലീഗിന്റെ സർവനാശത്തിന് തന്നെ കാരണമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയം രാജ്യത്ത് ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.